എടി സത്യഭാമയുടെ കുടുംബത്തിന്റെ നാശം കാണാൻ വേണ്ടിട്ടല്ലേടി നമ്മൾ 3 കോടി ഇറക്കിയത്. ജോൺ എബ്രഹാം ആ സീറ്റിലിരിക്കുമ്പോ നമ്മൾ സേഫ് ആണെന്ന് ഉറപ്പിക്കാൻ. അതെ, പുതിയ കളക്ടർ നമ്മളെ ആളാണെങ്കിലല്ലേ കാര്യം നടക്കൂ. അതിപ്പോ എങ്ങനെ നടക്കും? എടി എല്ലാം കൂടെ സ്പൂണി കോരി വായിലോട്ട് ഉണ്ടാക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. സോറി. പുതിയ കളക്ടർ നാളെ ചാർജ് എടുക്കുക. അയാൾക്കൊരു കിടിലം സ്വീകരണം കൊടുത്ത് നമുക്ക് അയാളെ ഞെട്ടിക്കണം. അതൊക്കെ ഞാൻ ഏറ്റു. എന്നാ നീ വെച്ചോ, ഞാനേ നല്ല ടയർഡാ. എന്നാ ശരി. ഇനിയിപ്പോ ഞാൻ സംശയിക്കുന്ന പോലെ ജോൺ എബ്രഹാമിന്റെ സസ്പെൻഷൻ വില്ലെ മാസ്റ്റർ മൈൻഡ് അവള് തന്നെ ആയിരിക്കും. ഏയ്, ആയിരിക്കില്ല. കഥയെന്ന് തന്നെ പോയി. ജനവും മറന്ന കഥാപാത്രമല്ലേ. വരുന്നത് ഏത് ടൈപ്പാന്നറിയോ? മുൻപിരുന്ന ജോൺ എബ്രഹാമിനെ ഒടിച്ചു മടക്കി കുപ്പിയിലാക്കാൻ പെട്ട പാട് ചിറ്റപ്പൻ അറിയാലോ. വിഷമുള്ളതോ വിഷം അറ്റതോ എന്നൊക്കെ ഒന്ന് അറിയണമായിരുന്നു. എടി ഏത് ടൈപ്പാണെങ്കിലും ആ വിഷപ്പല്ല് പറിച്ച് നമ്മളിങ്ങ് കയ്യിലോട്ടെടുക്കും. ചൊളയറിഞ്ഞ വീഴാത്ത മനുഷ്യരുണ്ടോടി ഈ ഭൂമിയില്? ചിറ്റപ്പാ, അങ്ങോട്ട് മാറിയുന്നേ. ചിറ്റപ്പാ, നമ്മൾ ജോൺ എബ്രഹാമിന് കൊടുത്ത കാശിന്റെ കാര്യം. അത് ഗോവിന്ദ, ഹരി ഗോവിന്ദാന്നേ. നീ കൂടെ കൊണ്ട് നടക്കുന്നുണ്ടല്ലോ ഒരുത്തനെ. അവനാ സർവ്വ കുഴപ്പങ്ങളും ഉണ്ടാക്കുന്നത്. കൂടെ കൊണ്ട് കിടന്നോ നീ? ഇനിയും കോടികൾ വെള്ളത്തിലാക്കി തരും അവൻ. ചിറ്റപ്പ, ഞാൻ എന്ത് ചെയ്യാനാ? ഒറ്റയ്ക്ക് വിട്ടാ എന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചു വെക്കും. മേയറുടെ ഭർത്താവല്ലേ, എനിക്കല്ലേ കുഴപ്പം. കഴിഞ്ഞ ദിവസം സ്റ്റാച്യൂവിൽ ഒരു സ്ഥലം വിൽക്കാനുണ്ടല്ലോ എന്ന് പറഞ്ഞ് ചിലരെന്നെ വിളിച്ചു. ഞാനാണെങ്കിൽ അന്തം വിട്ടുപോയി. സ്റ്റാച്യൂവിൽ എവിടുന്ന എനിക്ക് സ്ഥലം? നോക്കിയപ്പോ എന്റെ ഫോട്ടോ സഹിതം നെറ്റിൽ പരസ്യം ഇട്ടേക്കുന്നു. മേയറുടെ ഗ്യാരണ്ടിയിൽ. പരസ്യമിട്ടത് ഇയാളാണെന്നറിഞ്ഞ് ചോദിച്ചപ്പോ പറയാ, ആരും ചോദിക്കാനും പറയാനും ഇല്ലാതെ കുറെ സ്ഥലം സ്റ്റാച്യൂല് കിടക്കുക, നീ ഒരു മേയറല്ലേ, രേഖകളൊക്കെ നമ്മുടെ പേരിലാക്കി നമുക്കത് വിൽക്കാമെന്ന്. എടി, ആരും നോക്കാനും കാണാനില്ലാത്ത സ്ഥലമാണെങ്കിൽ നമുക്കത് ആലോചിക്കാവുന്നല്ലേ. അതും പറഞ്ഞൊരു ബുദ്ധിയാ. എന്റെ പൊന്ന് ചിറ്റപ്പ, അവൻ പറഞ്ഞ സ്ഥലം ഏതാന്നറിയോ? ഏതാ? സെക്രട്ടേറിയറ്റ് മന്ദിരം നിൽക്കുന്ന സ്ഥലം. നല്ല കണ്ണാ സ്ഥലമില്ലയോ? എടി, അവിടെ സെന്റിനൊക്കെ വില കോടികളാന്നേ. സെക്രട്ടേറിയറ്റ് ഞാൻ പറഞ്ഞുതരാം. അവിടെ ആ നീളത്തിൽ കാണുന്ന വെള്ള കെട്ടിടമില്ലേ, അത് ഇടിച്ചു നിർത്തിയിട്ട് അവിടെ 10 മൂടി തെങ്ങും തെവിക്കണം. എന്തൊരു ആദായമായിരിക്കും. തേങ്ങയ്ക്കൊക്കെ ഇപ്പൊ എന്തൊരു വിലയെന്നറിയാ. കണ്ടില്ല ചിറ്റപ്പ, ഇതാ എന്റെ അവസ്ഥ. വിഷ്ണു ശാലിനോട് തലവെച്ച് തന്നല്ലേ, അനുഭവിച്ചോ? ഇതൊക്കെ കൂടെ ആലോചിക്കുമ്പോഴാ ചിറ്റപ്പ എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. പണം എത്ര എറിഞ്ഞാലും വേണ്ടില്ല, സത്യഭാമയുടെ സർവനാശം കാണണം എനിക്ക്. എന്നാ എറിയാൻ തയ്യാറായിരുന്നു. വാങ്ങാനുള്ള ആള് വന്നുകൊണ്ടിരിക്കുക.
ഇത്ര നേരമായിട്ട് കാത്തു നിൽക്കുന്നു ചിറ്റപ്പ. ഇവിടെ ഇങ്ങനെ കുറ്റിയടിച്ച് കാത്തു നിൽക്കുന്ന ഒരു മേയറാണെന്ന് ഓർക്കണം. മോളെ, നിന്റെ ഈ അസഹിഷ്ണുതയും അക്ഷമയൊക്കെ ആദ്യം ഒന്ന് മാറ്റിവെക്കും. ഇനി വരുന്ന ഏത് പിശാചായാലും അയാളെ കാല് തിരുമ്മിയാലും കാര്യം സാധിച്ചെടുക്കണം. അതിലാ നിന്റെ മിടുക്ക്. കളക്ടർ വരുന്നുണ്ട്. ഇവിടെ ഇരിക്കുകയാണ്. ഇങ്ങോട്ട് ഇങ്ങോട്ട് അടച്ചു ഈ ചേർന്നു. അയ്യോ മാഡം, ഹാപ്പി വെൽക്കം ശാലിനി മാഡം. വെൽക്കം ബാക്ക്. ആ അതെ അതെ, വെൽക്കം ബാക്ക്. താങ്ക് യു. ഇനി അങ്ങോട്ട് പൊളിക്കണം. പൊളിക്കാനല്ലേ വന്നത്? വെൽക്കം മാഡം. താങ്ക് യു. വെൽക്കം മാഡം. താങ്ക്സ്. ജഗദീപ്, സുഖമല്ലേ? ആ കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നു മാഡം. പിന്നെ ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സാരമില്ല, അതൊക്കെ ഇന്നത്തോടെ കൊണ്ട് തീരുമല്ലോ. മരണം മാസ് എൻട്രി അല്ലായിരുന്നോ മാഡത്തിന്റെ? മാഡം, ഇത് നമ്മുടെ മേയർ സുസ്മിത. പറഞ്ഞു വരുമ്പോ എന്റെ ഭാര്യയായിട്ട് വരും കേട്ടോ. മേയർ. എടേ, ഇത്രയേ ഉള്ളൂ ഇപ്പോഴും നീയെന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചതാ. മേയർക്ക് മനസ്സിലായി കാണുമല്ലോ. ഇദ്ദേഹമാണ് മാഡം അസിസ്റ്റന്റ് കമ്മീഷണർ ചന്ദ്രബോസ്. അവക്ക് സിവിൽ സർവീസ് അല്ല, ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് ലിസ്റ്റിൽ പോലും ഒരു സർക്കാർ ജോലി സ്വപ്നം കാണാൻ പറ്റില്ല. ഞാൻ ശാലിനി വിഷ്ണു. നമുക്ക് വിശദമായെന്ന് കാണേണ്ടി വരും ACP. എന്താ, റെഡിയല്ലേ? യെസ് മാഡം. മേയർ ഇവിടെങ്ങും അല്ലാന്ന് തോന്നുന്നു. അല്ല, ശരീരം ഇവിടെയും മനസ്സ് മറ്റെവിടെയോ വെച്ചിരിക്കുന്നത് പോലെ. ജനങ്ങളെ സേവിക്കാനുള്ള പുതിയ മാർഗങ്ങളെക്കുറിച്ച് ആലോചിക്കായിരുന്നു മാഡം.
രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ ശേഷം മൊത്ത ശ്രദ്ധ സാധുജന പരിപാലനത്തിലാ. ആ അതെ അതെ, സേവിച്ച് ഇപ്പോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ 3 കേസ് കയ്യിലുണ്ട് കേട്ടോ. മേയർ സേവിക്കട്ടെ ജഗദീപേ. ജനസേവനത്തിന് ആര് താല്പര്യം കാണിച്ചാലും നിങ്ങൾ നിരുത്സാഹപ്പെടുത്തരുത്. സുസ്മിതെ, മാലയിട്ട് കളക്ടർ മാഡത്തിന് സ്വീകരിക്കേ. ആ കളക്ടർ മാഡത്തിന് സ്വീകരിക്കാൻ വേണ്ടിയിട്ടല്ലേ നീ മാലയൊക്കെ വാങ്ങിച്ചോണ്ടെന്ന്, അതുകൊണ്ട് ഇട്ടു കൊടുക്ക്. മടിച്ച് നിൽക്കാതെ അങ്ങോട്ട് ഇട് സുസ്മിതെ. കല്യാണം കഴിക്കാണെന്നല്ലോ പറഞ്ഞ, കളക്ടർ മാഡത്തിന് സ്വീകരിക്കാനല്ലേ പറഞ്ഞ്. കേട്ടില്ല. വെൽക്കം ടു അവർ സെക്കൻഡ് സീസൺ കളക്ടർ മാഡം. അതിന് നമ്മുടെ ഫസ്റ്റ് സീസണിന്റെ ക്ലൈമാക്സ് ഇതുവരെ ആയില്ലല്ലോ മേയറെ. പൂക്കളാണ്. മാഡത്തിന്റെ കഴുത്തിലെ ഹാരത്തെക്കുറിച്ച് പറഞ്ഞതാ. സൗന്ദര്യവും സുഗന്ധവും ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു ദിവസത്തേക്ക് എല്ലാവരും ഇത് ശ്രദ്ധിക്കും, പിറ്റേന്ന് വാടും. ചീഞ്ഞും ദുർഗന്ധം വമിച്ചു തുടങ്ങുമ്പോ ഏതെങ്കിലും ഓടയിലേക്ക് വലിച്ചെറിയാനുള്ളതാ. സുസ്മിതേ, കഴുതയ്ക്ക് 33, കുതിരയ്ക്കും കുരങ്ങിനും 30. ഓരോന്നിന്റെയും ആയുസിന്റെ വർഷങ്ങളുടെ കണക്ക് പറഞ്ഞത്. സിംഹത്തിന് കിട്ടുന്നത് വെറും 12 വർഷമാ. പക്ഷേ 12 ദിവസം ജീവിച്ചാലും സിംഹക്കുട്ടി സിംഹക്കുട്ടി തന്നെയാ. എനിക്ക് ഒരു ദിവസം തികച്ചു വേണ്ട, ഒരു ഒറ്റ മണിക്കൂർ മതി. മൊത്തം വെടിപ്പാക്കി കാണിച്ചു തരാം ഞാൻ. അതിനുശേഷം നമ്മൾ കാണും, കണ്ടിരിക്കും. ചിറ്റപ്പാ, ഒന്നിങ്ങ് വന്നേ. ചിറ്റപ്പാ, അവളെ എവിടുന്ന ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? മോളെ, എനിക്കൊന്നും അറിയില്ല. ശാലിയ കളക്ടർ എന്നുള്ള കാര്യം അസിസ്റ്റന്റ് കമ്മീഷണറായ ചിറ്റപ്പൻ അറിഞ്ഞില്ലെന്നോ? വേറെ വല്ല പണിക്കും പൊയ്ക്കൂടെ ചിറ്റപ്പന്? എടി, പഴയ കളക്ടർ ജോൺ എബ്രഹാമിന് സസ്പെൻഷൻ എന്ന വാർത്ത കേട്ടപ്പോ തന്നെ എന്റെ പാതി ജീവൻ പോയി. 1 2 അല്ലല്ലോ, കോടികളല്ലേ നമ്മൾ എണ്ണി കൊടുത്തത്. നിന്നെ ആ വിവരം വിളിച്ചു പറഞ്ഞിട്ട് ആ ടെൻഷനിൽ ഞാൻ 2 എണ്ണം വീശി. എന്നിട്ട് ബോധം വീണത് രാവിലെ. കളക്ടർ സ്വീകരിക്കാൻ പോണെന്നുള്ള കമ്മീഷൻ ഓഫീസുള്ള മെസ്സേജ് മാത്രമേ ഞാൻ നോക്കിയുള്ളൂ. അതാരാ ഏതാന്ന് നോക്കാന്ന് ഞാൻ നിന്നില്ല. ഞാൻ നേരെ പുറപ്പെട്ടു. അവൾക്ക് പകരം ഒരു പിശാച് വന്ന കസേരയിൽ ഇരുന്നാലും ഇത്രയും കുഴപ്പമുണ്ടാവില്ലായിരുന്നു ചിറ്റപ്പ. ഈവൻ എ ഡാം ഡെവിൾ. ഈ സമയത്ത് ഒരിക്കലും അവൾ ഇവിടെ കളക്ടറായിട്ട് ചാർജ് എടുക്കാൻ പാടില്ലായിരുന്നു. ഇടി, നേരത്തെ അറിഞ്ഞിട്ടിപ്പോ എന്തോ ചെയ്യാനാ? ഈ നിയമനത്തിലൊക്കെ നമുക്ക് ഇടപെടാൻ പറ്റുമോ?
ഈ കളക്ടറൊക്കെ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളൊന്നും അല്ല. അങ്ങനെ പറഞ്ഞു കൊടുക്ക് ചിറ്റപ്പ സാറേ. ഇതാവുന്നു അതെ, സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചിരിക്കും. അതോർത്ത് പേടിച്ചിട്ടോ ഭയന്നിട്ടോ ഒരു കാര്യമില്ല. ആർക്കാടെ പേടി? ആർക്കാന്ന്? അയ്യോ, ഈ പാവൻ ജഗദീവിനെ പേടിപ്പിച്ചിട്ട് എന്ത് കിട്ടാൻ എന്റെ പൊന്നു സാറേ? അങ്ങാടി തോറ്റാൻ അമ്മയുടെ നെഞ്ചത്തോട്ടോ? ആരാടാ അങ്ങാടി തോറ്റത്? ആരാടാ? വേണ്ട ചിറ്റപ്പ, ജഗദീപ് പറഞ്ഞതിലൊരു കാര്യമുണ്ട്. ആ, ഇപ്പൊ മടങ്ങിപ്പോയാ നമ്മൾ തോറ്റു മടങ്ങിന്ന് കരുതും ശാലിനി അടക്കമുള്ളവര്. കാണണമെന്ന് പറഞ്ഞ് നമ്മളെ രണ്ടാളെയും വെല്ലുവിളിച്ചതല്ലേ അവള്? ശരി, കണ്ടുകളെ. അങ്ങനെയെങ്കിൽ അങ്ങനെ. അവളെ ഇപ്പൊ ആർക്കാ പേടി? പേടിയുണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ല കേട്ടോ. ചെറിയൊരു ഭയം, അത്രേ ഉള്ളൂ. അത് ചികിത്സിച്ചാൽ മാറാവുന്ന കാര്യമല്ലേ ഉള്ളൂ. ദം. എല്ലാവരെയും പരിചയപ്പെട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്കിനി നമ്മുടെ ജോലിയിലേക്ക് കടക്കാം. എനിക്ക് ആദ്യം പരിശോധിക്കേണ്ടത് മുൻ ജില്ലാ കളക്ടർ ജോൺ എബ്രഹാം ഇല്ലീഗൽ കസ്റ്റഡി ഓഫ് വെപ്പൺ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ഉത്തരവാണ്. ശ്ശേ, ഇതൊരു പണിയായല്ലോ. കളക്ടർ ജോൺ എബ്രഹാമിന്റെ കസേരയിൽ അവൾ ഇരിക്കാന്ന് പറഞ്ഞ 8ന്റെ അല്ല 80ന്റെ പണിയായിരിക്കും. ഞാൻ ആലോചിച്ചിട്ട് ഇനി ഒറ്റ വഴിയെ കാണുന്നുള്ളൂ. എന്താ? ശാലിനി മാഡം ജോൺ എബ്രഹാമിന്റെ കസേരയിൽ ഇരിക്കണ്ട, നമുക്ക് വേറെ ഒരെണ്ണം വാങ്ങിച്ചിട്ട് കൊടുക്കാം. ശാലിനി മാഡം പുതിയ കസേരയിൽ ഇരിക്കട്ടെന്ന്. ഇവന് ഞാൻ ഇന്ന് അയ്യോ, എടി, കളക്ടറേറ്റാന്നുള്ള ഒരു ഓർമ്മ വേണം. നീ ഇവിടുത്തെ മേയറാ. ശ്ശേ, എടി, മേയർമാർക്കൊന്നും നിന്ന് തിരിയാൻ പറ്റാത്ത കാലമാ. ആരെങ്കിലും വീഡിയോ എടുത്തിട്ട് പിന്നെ അത് മതി. ആ, പുതിയൊരു ഓർഡർ ടൈപ്പ് ചെയ്യണം. ജില്ലാ കളക്ടറായി ചുമതലയേറ്റ ശാലിനി വിഷ്ണുവിന്റെ ആദ്യത്തെ ഉത്തരവ്. യെസ് മാം. നീ വിഷമിക്കാതെ. അവളിവിടെ മലമറിക്കാനൊന്നും പോകുന്നില്ല. ഞാൻ അറിഞ്ഞു വെച്ച് ഈ ഒറീസയിലും പഞ്ചാബിലും ഒക്കെ അവൾ അസിസ്റ്റന്റ് കളക്ടറും സബ് കളക്ടറുമായിട്ടൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. ഡിസ്ട്രിക്ട് കളക്ടറായിട്ടുള്ള അവളുടെ ആദ്യത്തെ നിയമനം. എടി, ഇതുപോലെ കുറെ കളക്ടർമാരെ കണ്ടിട്ടുള്ളതായ ചന്ദ്രബോസ് ലോകം മുഴുവൻ നന്നാക്കാനുള്ള വ്യഗ്രതയുമായിട്ടാണ് ചാടിപ്പുറപ്പെട്ട് ഇങ്ങോട്ട് വരുന്നത്. ആദ്യത്തെ ആവേശമൊക്കെ പിന്നെ പതിയെ പതിയെ അങ്ങ് തണുക്കും. കാരണം എന്താ? ഇവിടെ ഒന്നും നടക്കില്ല. എടി, ഒപ്പം ഉള്ളവർ തന്നെ നടത്താൻ സമ്മതിക്കില്ല. പിന്നെ അവളെ എടി, അതിനൊപ്പം ഈ IAS IPS വരുന്ന ചിലരുടെ വിവരദോഷം ഉണ്ടല്ലോ. പ്രായോഗിക ജ്ഞാനമില്ലടി. അതുമല്ല, പുസ്തകത്തിൽ പഠിക്കുന്നതാണോ നാട്ടിൽ നടക്കുന്നത്? ആ, അത് ശരിയാട്ടോ. എടി, അങ്ങനെ കുറെ കാലം ഈ കസേരയിലിരുന്ന് തുരുമ്പെടുത്ത് കഴിയുമ്പോൾ അവർക്ക് തന്നെ മനസ്സിലാവും ഈ ജില്ലാ കളക്ടർ എന്നുള്ള പദവി എന്നുള്ളത് വെറൊരു അലങ്കാരം മാത്രമാണ്. ഉത്തരവാദിത്വമാണേ കൂടുതൽ. ചിറ്റപ്പൻ പറഞ്ഞ പോലെ അവൾ എന്ത് മലയാ മറിക്കാൻ പോന്നേന്ന് നമുക്കൊന്ന് നേരിട്ട് കാണണ്ടേ? കാണാൻ മോളെ. നീ ഇതൊക്കെ പോസിറ്റീവായിട്ട് എടുക്കുക. അവളെ ഇങ്ങോട്ട് വരെ കിട്ടിയത് നല്ലതായിട്ട് കരുത്. എടി, ചമ്മി നാറിച്ച് അവളെ ഇവിടെ നിന്ന് നമ്മൾ തന്നെ ഓടിക്കുന്നതിന്റെ ഒരു സുഖമില്ലേ? മേയറായ നീയും അസിസ്റ്റന്റ് കമ്മീഷണറായ ഞാനും ഒന്ന് കട്ടക്ക് പിടിച്ചാൽ അത് നടക്കില്ലടി. മേഡം,